വാലണ്ടിയറൊക്കെ ആർക്ക് വേണം? അതൊക്കെ ആര് നോക്കണു? അതിനൊന്നും ആവശ്യമില്ല. അതൊക്കെ വെറും വ്യക്തിഗത നേട്ടം മാത്രമല്ലേ. കിലിയൻ എംബാപ്പെ അത്രക്ക് അങ്ങോട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ചത് അതാണ്. വാലണ്ടിയർ വ്യക്തിഗത നേട്ടമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആവശ്യം റയലിലെത്തിയ മുതൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സംസാരം തന്നെ ഇപ്പോഴും അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ്? റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് കിരീടങ്ങൾ ചൂടുക, റയൽ മാഡ്രിഡിൽ ചാമ്പ്യൻസ് ലീഗ് നേടുക, റയൽ മാഡ്രിഡിൻ്റെ കൂടെ ചാമ്പ്യനാകുക. റയലിലെത്തിയ മുതൽ, റയലിലേക്ക് അപ്ഡേഷനുകൾ, അദ്ദേഹത്തിൻ്റെ റൂമറുകൾ വന്നേ മുതൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഈ ഒരു സംസാരം മാത്രമാണ്. റയലിനൊപ്പം കിരീടങ്ങൾ ചൂടുക, ചാമ്പ്യൻസ് ലീഗ് നേടുക എന്നുള്ളത്. ഇപ്പോൾ ഇതാ വീണ്ടും അദ്ദേഹം അതേ സെയിം കാര്യം സംസാരിച്ചു. ബാലണ്ടിയറുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോഴാണ് അദ്ദേഹം ഒന്ന് സംസാരിച്ചത്. ബാലണ്ടിയറൊക്കെ വെറും വ്യക്തിഗത നേട്ടമാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് റയലിൽ ചാമ്പ്യൻസ് ലീഗ് നേടുക, റയൽ മാഡ്രിഡിൻ്റെ ഒപ്പം കിരീടങ്ങൾ നേടുക എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഗോള് അതാണ്. പണം വേണോ അതോ റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കണോ എന്നുള്ള ഒരു തീരുമാനങ്ങൾ വന്ന സമയത്ത്, രണ്ട് ഒപ്പോസിഷൻ വന്ന സമയത്ത് എനിക്ക് കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല റയലിലെത്താൻ എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഡ്രീം ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. പണ്ട് മുതൽ അദ്ദേഹം റയലിൻ്റെ കളികൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ കളികളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യാറുണ്ട് എന്ന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ റയലിൽ അദ്ദേഹം ഒരു മികച്ചൊരു ഗെയിമിങ് റയലിന് വരാനുണ്ട്. ആർസണലിനെതിരെയാണ് ഒരു മികച്ച ഗെയിമിങ് റയലിന് ചാമ്പ്യൻസ് ലീഗിൽ വരാനുള്ളത്. ആ ഒരു ഘട്ടം റയൽ കടന്നു പോകുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണണം. കാരണം ആർസണലാണ്, ചെറിയ ടീമല്ല. ഏതായാലും കിലിയൻ എംബാപ്പെ വീണ്ടും മനസ്സ് തുറന്നിക്കാണ്. അദ്ദേഹത്തിന് റയൽ മാഡ്രിഡിൽ കിരീടങ്ങൾ നേടണം, ഒരുപാട് നേടണം. വാലണ്ടിയർ ഒന്നും അദ്ദേഹത്തിന് വിഷയമല്ല എന്നുള്ളതാണ് അദ്ദേഹം സംസാരിച്ചത്.